ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു മാസ് ട്രഷറി. ഇന്ന് നമ്മൾ റാഷണൽ നമ്പേഴ്സിൻ്റെ സിംപ്ലിഫിക്കേഷൻ്റെ കുറച്ച് പ്രോബ്ലംസ് കൂടി നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 24 ഡിവൈഡഡ് ബൈ 8 മൈനസ് ബ്രാക്കറ്റിൽ സ്ക്വയർ ബ്രാക്കറ്റിൽ 7 മൈനസ് സിമ്പിൾ ബ്രാക്കറ്റ് -3 + 1 ബ്രാക്കറ്റ് ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 3 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് 4 - 3 പ്ലസ് മോഡുലസ് ഓഫ് 5 - 8. മോഡുലസ് എന്ന് പറഞ്ഞാൽ ഇപ്പം മോഡുലസ് ഓഫ് -3 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ സൈൻ ഇല്ലാതുള്ള വില, അതായത് 3. മോഡുലസ് ഓഫ് 3 ഇസ് ഓൾസോ 3. ഇതിൻ്റെ ആശയമെന്ന് പറയുന്നത് നമ്പർ ലൈനിൽ ഈ നമ്പറിന് 0-ൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഓഫ് -3 ഫ്രം 0 എന്ന് പറയുമ്പോൾ 3 യൂണിറ്റ്സ് അല്ലേ. ഡിസ്റ്റൻസ് എപ്പോഴും പോസിറ്റീവായിട്ടാണ് പറയുന്നത്. അപ്പോൾ മോഡുലസ് ഓഫ് -3 ഈസ് ഈക്വൽ ടു 3. മോഡുലസ് ഓഫ് +3 3 ആൻഡ് 0, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 3 ആൻഡ് 0, ദാറ്റ്സ് ഓൾസോ 3. ദാറ്റ് മീൻസ് അപ്പോൾ മോഡുലസ് എന്ന് പറയുമ്പം സൈൻ ഇല്ലാതുള്ള ആ നമ്പർ അങ്ങ് എഴുതിയാൽ മതി. ആശയം അകലമാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഓർത്താൽ മതി, സൈൻ ഇല്ലാതെ എഴുതുക. ഇവിടെ ഇതാണെങ്കിൽ ഇത് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ മോഡുലസ് എടുക്കുക. ഇതും തമ്മിലുള്ള ഇപ്പോൾ ഇങ്ങനെ ഒരു ആശയം എന്ന് പറയുമ്പോൾ മോഡുലസ് ഓഫ് 4 - 3 എന്ന് പറഞ്ഞാൽ 4ഉം 3ഉം തമ്മിലുള്ള അകലം, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 4 ആൻഡ് 3. ഇതാണെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 5 ആൻഡ് 8 എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇവിടെ ന്യൂമറേറ്റർ നമ്മൾ ചെയ്യുമ്പോൾ 24 ഡിവൈഡഡ് ബൈ 8 ചെയ്യുക, പിന്നെ ബ്രാക്കറ്റ് ഇൻറ്റു 2 ചെയ്തിട്ട് സബ്ട്രാക്റ്റ് ചെയ്യുക. അതാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റെപ്പ് എഴുതുമ്പോൾ നമുക്ക് ഇതും ചെയ്യാം അല്ലേ, അങ്ങനെ ചെയ്തു പോകാം. ദാറ്റ്സ് ഈക്വൽ ടു 24 ഡിവൈഡഡ് ബൈ 8 ഡിവിഷൻ ആദ്യം ചെയ്യുന്നു. അപ്പോൾ എന്താ, ഡിവിഷനും ആ ബ്രാക്കറ്റും കൂടെ ചെയ്യാം അല്ലേ. 3 24 ഡിവൈഡ് ബൈ 8 3 മൈനസ് ബ്രാക്കറ്റിൽ 7 മൈനസ് സിമ്പിൾ ബ്രാക്കറ്റിൽ -3 + 1 വ്യത്യാസം, ഡിഫറൻസ് കണ്ടിട്ട് വലുതിൻ്റെ സൈൻ എന്ന് പറയുമ്പോൾ 3 ൽ നിന്ന് കുറച്ചാൽ 2, വലുത് 3 ആണ്, അപ്പോൾ മൈനസ്, അപ്പോൾ -2 ആണ് ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ ഇത് ചെയ്യണം അല്ലേ. 3 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് 4 - 3 എന്ന് പറയുമ്പോൾ 3 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് 4 - 3. മോഡുലസ് ഓഫ് 4 - 3 എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് 1 ആണ്. ദാറ്റ് മീൻസ് 1 അല്ലേ, അല്ലെങ്കിൽ സ്റ്റെപ്പ് എഴുതിയേക്കാം. മോഡുലസ് ഓഫ് 1 പ്ലസ് ഇത് 5 - 8 മോഡുലസ് ഓഫ് -3. 5 - 8 -3 ദാറ്റ്സ് ഈക്വൽ ടു ഇതെന്ത് വരും, മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആണ്, അപ്പോൾ +2 വരും ഇത്. അപ്പോൾ 7 + 2 ദാറ്റ് ഈസ് 9. അപ്പോൾ ഈ ബ്രാക്കറ്റിനുള്ളിലേത് 9 ആണ്, ഇത് 9 ആണ്. ഇത്രയും 9 ഇൻറ്റു 2 അതാണ് അടുത്ത സ്റ്റെപ്പിൽ എഴുതിയാൽ 3 - 9 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 3 ഡിവൈഡഡ് ബൈ ഇത് 1. അപ്പോൾ ഈ ഇത്രയും ക്രിയേറ്റ് ചെയ്യുമ്പോൾ 3 ഡിവൈഡഡ് ബൈ 1 ദാറ്റ്സ് ഈക്വൽ ടു 3. ഇനിയും ഇത് പ്ലസ് മോഡുലസ് ഓഫ് 3 ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു 3 - 18 ഡിവൈഡഡ് ബൈ 6 ദാറ്റ്സ് ഈക്വൽ ടു 3 - 18 -15 -15 ഡിവൈഡഡ് ബൈ 6. 15ഉം 6ഉം കൂടെ വെട്ടാവല്ലോ 3 കൊണ്ട്. 3 2s are 6, 3 5s are 10. അപ്പോൾ 5/2 -5/2 എന്ന് വരും. -5/2 എന്ന് പറയുമ്പോൾ -2 ആൻഡ് ഹാഫ്, ദാറ്റ്സ് ആൻസർ. -2 ആൻഡ് ഹാഫ്. ഓക്കെ, 1/2 -1/3 + 1/4 - 1/5 divided by
1/5 divided by 1/4 minus 1/3 divided by 1/2 minus ഇവിടുത്തെ ക്വസ്റ്റ്യൻ മാർക്കാണ്, ഇവിടുത്തെ കണ്ടുപിടിക്കണം. ഈക്വൽ ടു 1/3 ഓഫ് 1 മൈനസ് 4/7. അപ്പോൾ ഇവിടുത്തെ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇത് കിട്ടുന്നു. ദാറ്റ് മീൻസ് ഇവിടുത്തെ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഈ വലിയ ഫ്രാക്ഷനിൽ നിന്ന് ഇത് സബ്ട്രാക്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ മാർക്കിന് നമുക്ക് എക്സ് എന്നോ വല്ലതും അങ്ങ് എഴുതാം. ഇവിടെ ടെക്സ് എഴുതാം. ഓക്കെ, അപ്പോൾ എക്സ് കണ്ടുപിടിക്കാൻ എക്സ് ഈസ് ഈക്വൽ ടു ഈ ഫ്രാക്ഷൻ 1/2 മൈനസ് 1/3 പ്ലസ് 1/4 മൈനസ് 1/5 ഡിവൈഡഡ് ബൈ 1/5 ഡിവൈഡഡ് ബൈ 1/4 മൈനസ് 1/3 ഡിവൈഡഡ് ബൈ 1/2 മൈനസ് ഇതല്ലേ, ഇതെന്ത് വരും? ഇത് നമുക്ക് വെറുതെ ചെയ്യാനുള്ളതേ ഉള്ളൂ. എന്താണ് ഇത്? 1/3 ഓഫ് എന്ന് പറയുമ്പോൾ ഇൻറ്റു 1/3 ഇൻറ്റു ഇതെത്ര? 1 മൈനസ് 4/7 എത്ര? 3/7 അല്ലേ? 1 എന്ന് പറയുമ്പോൾ 7/7. അപ്പോൾ 7/7 നിന്ന് 4/7, അപ്പോൾ 3/7. അപ്പോൾ 1/3 ഇൻറ്റു 3/7 ആണിത് അല്ലേ? ദാറ്റ് മീൻസ് 3 വെട്ടി, അപ്പോൾ എത്ര വരും? 1/7 എന്ന് വരും. അപ്പോൾ നമുക്കതിവിടെ ഇതിൻ്റെ ആൻസറ് 1/7 എന്നങ്ങ് എഴുതാമല്ലോ. എഴുതാം. ദാറ്റ്സ് ഈക്വൽ ടു മുകളിലത്തേത് മൈനസ് സബ്ട്രാക്ഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ അല്ലേ? അപ്പോൾ ഇവിടെ എൽ സി എം എടുത്തെങ്കിൽ പറ്റുള്ളൂ. ഏതിൻ്റെ? ഡിനോമിനേറ്റേഴ്സിൻ്റെ എൽ സി എം. 2, 3, 4, 5 എൽ സി എം എന്ത് വരും? 2, 3, 4, 5. 2 ഇത് 4-ലുണ്ട്. 2ൻ്റെ മൾട്ടിപ്പിളാണ് 4. 2ൻ്റെ മൾട്ടിപ്പിളാണ് 4. അപ്പോൾ നമുക്ക് 2 കളയാം, ബാക്കി മതി അല്ലേ? ബാക്കി അപ്പോൾ ഇതിൻ്റെ 3ൻ്റെയും കൂടെ പ്രോഡക്റ്റാണ് അവിടുത്തെ എൽ സി എം. എൽ സി എം ഈസ് ഈക്വൽ ടു 12 ഗുണം 5 60 അല്ലേ? ആണ്. അപ്പോൾ 60 ഈസ് ദ എൽ സി എം. 60ൽ ന്യൂമറേറ്റർ നമുക്കെല്ലാം എഴുതാം. 2 60 ആകാൻ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2 × 30 ആണ് അല്ലേ? അപ്പം മുകളിൽ 30, എല്ലായിടത്തും 1 ആയതുകൊണ്ട് നമുക്ക് ആ കിട്ടുന്നത് അങ്ങ് എഴുതിയാൽ മതി. 30 360 ആകാൻ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 20. 3 × 20 എന്ന് പറയുമ്പോൾ പിന്നെ -20. 460 ആകാൻ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 15 അല്ലേ? നമ്മൾ 3, 4, 5ൻ്റെ ഇതാണ് എടുത്തേക്കുന്നത്. 3, 4, 5ൻ്റെ പ്രോഡക്റ്റാണ് അത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ബാക്കിയുള്ളത് 2 എണ്ണം വെച്ച് അങ്ങ് ഗുണിച്ചാൽ മതിയല്ലോ. 3യുടേത് ആണെങ്കിൽ 4 20. 4ൻ്റേത് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 3 15. അപ്പോൾ 15 അവിടെ, പ്ലസ് 15. 5നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 3, 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 12. അപ്പോൾ അതാണ് -12 അല്ലേ? ഹോൾ ഡിവൈഡഡ് ബൈ ഇതെങ്ങനെ ചെയ്യുന്നത്? ഡിനോമിനേറ്റർ ഇത് ചെയ്യണം, ഇത് ചെയ്യണം അല്ലേ? എന്നിട്ട് സബ്ട്രാക്ട് ചെയ്യുക. 1/5 ഡിവൈഡഡ് ബൈ 1/4 റെസിപ്രോക്കലി കൊണ്ട് ഇൻറ്റു ചെയ്യണം. എന്ന് പറയുമ്പോൾ 1/4 4 ആകുന്നു, 4/1. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്നാ? 1/5 × 4/1. അപ്പോൾ എത്ര വരും? 4/5. ഇതോ മൈനസ് 1/3 × 2/1 എന്ന് അല്ലേ? അപ്പോൾ അത് 2/3 എന്ന് കിട്ടുന്നു. -1/7. ഓക്കെ, ഇതെത്ര വരും? ഇതിങ്ങനെ അങ്ങനെ അങ്ങ് ക്രിയ ചെയ്യുക, അല്ലെങ്കിൽ പോസിറ്റീവ് എല്ലാം കൂടെ കൂട്ടുക, നെഗറ്റീവ് കൂട്ടുക, സബ്ട്രാക്ട് ചെയ്യുക, അങ്ങനെ ആയാലും മതി. ഇതിപ്പോൾ എത്ര വരും?
30 20 കുറച്ചു 10 10 15 25 25 12 കുറച്ചു 13. അപ്പോൾ 13/60 ദാറ്റ്സ് ഈക്വൽ ടു 13 ഡിവൈഡഡ് ബൈ 60 ബൈ ഇതെത്ര? ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? അങ്ങനെ ചെയ്യാം. 3 12 2 10 അല്ലേ? ഡിനോമിനേറ്റർ 3 15. അപ്പോൾ എങ്ങനെ 4 ഗുണം 3 12 മൈനസ് 2 ഇൻറ്റു 5 10 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 3 15 എന്ന് വരും. മൈനസ് 1/7. ഓക്കെ, ഇതെത്ര? 2 ആണ്. 2/15 ആണിത്. അപ്പോൾ 13/60 ഇത് ഡിവൈഡ് ചെയ്യാൻ റെസിപ്രോക്കൽ. അപ്പോൾ ഇൻറ്റു 15 ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 2 എത്ര വരും? എന്നിട്ട് മൈനസ് 1/7 വെട്ടാമല്ലോ. 15 4 60 അല്ലേ? അപ്പോൾ എത്ര വരും? 13/8 മൈനസ് 1/7 ദാറ്റ്സ് ഈക്വൽ ടു 13/4 8 മൈനസ് 1/7. അപ്പോൾ എത്ര വരും? ദാറ്റ്സ് ഈക്വൽ ടു മൾട്ടിപ്ലൈ ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ. 13 ഗുണം 7 91 മൈനസ് 8 ഡിവൈഡഡ് ബൈ 8 56 ദാറ്റ്സ് ഈക്വൽ ടു എത്ര വരും? 91 91 മൈനസ് 8 എത്ര വരും? 83 ഡിവൈഡഡ് ബൈ 56 83 ഡിവൈഡ് ബൈ 56. അപ്പോൾ എത്ര വരും? ദാറ്റ്സ് ഈക്വൽ ടു 1 ആൻഡ് എത്ര സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 27 അല്ലേ? 27/56. 1 and 27/56. Find the value of 4 minus 3 into 5 divided by 8 plus 4 divided by 7 minus 6 into 42. If plus implies division, minus implies into implies plus adding, and division implies minus, അതായത് സബ്ട്രാക്ഷൻ. അപ്പോൾ നമുക്കിവിടെ കൊടുത്തിരിക്കുന്നതിനകത്ത് നമുക്ക് ഇതെല്ലാം എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അത് നമുക്ക് ആ ചിഹ്നം ഒന്ന് ഇട്ട് നോക്കാം. മൈനസ് ഉള്ളിടത്ത് ഇൻറ്റു വരുമ്പോൾ പ്ലസ്, ഡിവിഷൻ വരുമ്പോൾ മൈനസ്, പ്ലസ് വരുമ്പോൾ ഡിവിഷൻ എന്ന് പറയുന്നത് മൈനസ് ഈസ് ഇൻറ്റു, ആൻഡ് ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്യാൻ ആഡ് ചെയ്യുക. ഓക്കെ, ക്വസ്റ്റ്യൻ എടുത്ത് എഴുതിയാൽ ക്വസ്റ്റ്യൻ എഴുതിയാൽ 4 into 3 പ്ലസ് 5 മൈനസ് 8 ഡിവൈഡഡ് ബൈ 4 മൈനസ് 7 ഇൻറ്റു 6 പ്ലസ് 42. ഓക്കെ, ഇവിടെ നമ്മളെങ്ങനെയാണ് ക്രിയകൾ ചെയ്യേണ്ടത്? സിമ്പിളായിട്ട് കിടക്കുന്നു. 4 into 3 കിടപ്പുണ്ട്. 8 ഡിവൈഡ് ബൈ 4 മൈനസ് 7 into 6 വെറുതെ അങ്ങ് ചെയ്താൽ മതി. 3 12 പ്ലസ് 5 ഇത് 8 ഡിവൈഡ് ബൈ 4 മൈനസ് 2 ഇത് 7 6 42 42 പ്ലസ് 42 അല്ലേ? 42 മൈനസ് 42 പ്ലസ് 42 0 ആണ് പോയി. ബാക്കി പിന്നെ എത്ര വരും? 12 12 5 17 മൈനസ് 2 ദാറ്റ്സ് ഈക്വൽ ടു 15. 15 is the answer. Find the value of
2/3 minus 6/7 into 6 plus 4 and 1/5 divided by 1/2. If plus implies division, minus implies into implies plus, and division implies minus. അപ്പോൾ ഇതിന് പകരം ഈ സൈനൊക്കെ റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ഇവിടോട്ട് എഴുതാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്ക് ആ നമ്പേഴ്സ് ആദ്യം അങ്ങ് എഴുതാം. 2/3, 6/7, 6, 4 and 1/5, 1/2. ഇനി ഇതിനിടയ്ക്കോട്ട് ചിഹ്നം വിട്ടാൽ മൈനസ് ആകുമ്പോൾ ഇൻറ്റു പ്ലസ് ഡിവിഷൻ മൈനസ്. ഓക്കെ, ഇതാണ് നമ്മളുടെ ചെയ്യേണ്ട ക്രിയ. എന്ന് പറയുമ്പോൾ ഇത് ചെയ്യണം, പിന്നെ ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യുക, 6/4 and 1/5 ചെയ്യുക, അത് രണ്ടും ആഡ് ചെയ്ത് മൈനസ് ചെയ്യുക 1/2 അല്ലേ. അതാണ് ഇൻറ്റു ചെയ്യുമ്പോൾ ഇതാ ഇവിടെ ഇൻറ്റു ചെയ്യാം. നമുക്കിതങ്ങ് വേണേ വെട്ടാം. 3ഉം 6ഉം കൂടെ വെട്ടി 2 അല്ലേ. അപ്പോൾ 4/7 പ്ലസ് 6/4 and 1/5 എന്ന് പറയുമ്പം 4 and 1/5 നമുക്ക് ഇംപ്രോപ്പർ ആക്കിയാൽ 14, 20, 21, 21, 21/5 റെസിപ്രോക്കൽ 5/21. അപ്പോൾ 6 into 5/21 മൈനസ് ഹാഫ്. ഇവിടെ വേണേ വെട്ടാവല്ലോ അല്ലേ. 3, 2, 6, 7, 3, 21 ശരിയല്ലേ. ദാറ്റ്സ് ഈക്വൽ ടു. അപ്പോൾ ഇത് ആഡ് ചെയ്ത് എഴുതിയാൽ പോരെ. ഇവിടെ എത്ര ഉണ്ട്? 5 into 2 10. അപ്പോൾ ഇത് 10/7ഉം ഇത് 4/7ഉമാണ്. അപ്പോൾ എത്ര വരും? 4ഉം 10ഉം 14/7 എത്ര? 14/7 2. നമുക്ക് ഇന്നോട്ട് സ്റ്റെപ്പ് എഴുതുകയാണെങ്കിൽ ചെയ്യാം. 4/7 പ്ലസ് 10/7 മൈനസ് 1/2. ഇത് 14/7 ആണ്. 2 14/7 14/7 7, 2, 14 2 ആണ്. അപ്പോൾ 2 മൈനസ് ഹാഫാണ് അല്ലേ. 2 മൈനസ് ഹാഫ് എത്രയാണ്? 1 and 1/2. ഇതാണ് ആൻസർ. അപ്പോൾ ഇന്ന് നമ്മൾ റാഷണൽ നമ്പേഴ്സിൻ്റെ കുറേ സിംപ്ലിഫിക്കേഷൻസ് ഇവിടെ പലതരത്തിലുള്ളത് കണ്ടു. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഇനിയും നമുക്ക് മറ്റൊരു കോൺസെപ്റ്റുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.